ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പോസ്റ്റ്മോർട്ടം പീരീഡിനെ കുറിച്ചും. ഹോസ്പിറ്റലിൽ വീട്ടിലേക്ക് വന്നൊരു ബാത്റൂമിൽ പോയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കുഞ്ഞിനെ നോക്കാൻ പറ്റുമോ, ഞാനിനി പഴയതുപോലെ ആവില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെയായി പോയി. ഞാൻ അമ്മേനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് സമയം കരഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനൊരു 28 ദിവസം ആവുന്നത് വരെയാണ് എനിക്ക് ഈ ഒരു വല്ലാത്ത സംഭവം അലട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ആ ഒരു പീരീഡ് സർവൈവ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, അമ്മൂനെ അറിയാം, പിന്നെ മിന്നു. രാത്രി തൊട്ട് രാവിലെ വരെ ഉറങ്ങാണ്ടിരുന്ന ദിവസങ്ങളെല്ലാം ഉണ്ട്. മെയിനായിട്ടുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെയ്ബേഴ്സാണ്. കുഞ്ഞ് റോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞ് മുട്ടുകുത്തിയോ ഇത് തന്നെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഈ ടോപ്പിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇമോഷണലാണ്. കാരണം ഞാൻ ഇതുവരെ കൂട്ടാൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനൊരു വലിയ നന്ദി പറയുകയാണ്. നമ്മളിപ്പം 4000 ഫാമിലി ആയിട്ടുണ്ട്. 4000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചാനൽ. എപ്പോഴോ നടക്കുമെന്ന് വിചാരിച്ചൊരു സ്വപ്നമാണ് എനിക്ക് ശരിക്കും ഇതൊക്കെ. അതിപ്പം നടക്കുന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എന്താ പറയുക, എങ്ങനെയാണ് അതിന് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ഇതുപോലൊരു നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നത്തെ Q&A വീഡിയോയിലായിരുന്നു. കാരണം അതിനകത്ത് നമ്മൾ 3000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു Q&A വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിനും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ 4000 ഫാമിലി ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമല്ലാണ്ട് വേറൊന്നും പറയാനില്ല. അപ്പോൾ അത് ആദ്യം പറഞ്ഞിട്ട് തന്നെ ഈ വീഡിയോ തുടങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ Q&A വീഡിയോ അല്ലാണ്ട് ഇരുന്ന് സംസാരിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായി പോകുന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം അത് നിങ്ങളുടെ അടുത്ത് പറയാണ്. ഈ വീഡിയോ എന്താണ് ഏതാണുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. ശരിയാണ്, ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പോസ്റ്റ്മോർട്ടം പീരീഡിനെ കുറിച്ചിട്ടും എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് ഈ ടോപ്പിക്കിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ്. എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് അല്ലാണ്ട് പഴയ സബ്സ്ക്രൈബേഴ്സിനെ അറിയായിരിക്കും. ഞാൻ മുന്നേ എൻ്റെ ഡെലിവറി സ്റ്റോറി പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി പീരീഡിൽ ഒരുപാട് എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും പറഞ്ഞിട്ടും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം മുന്നേ ഞാൻ ഡെലിവറി വീഡിയോ ഇട്ടപ്പോൾ അത് കുറച്ച് ലെങ്തി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഞാൻ സെക്കൻഡ് പാർട്ട് പോലെ ഒരു വീഡിയോ ഇറക്കാമെന്ന്. പക്ഷെ അത് പറഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങൾ കുറേ ആയി. എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ, ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഇപ്പോഴാണ് എനിക്ക് അതിനൊരു ടൈം കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ചും കൂടി ഇപ്പം ഞാൻ എൻ്റെ മോനെ നോക്കുന്നൊരു ടൈമാണ്, അവനെ ടേക്ക് കെയർ ചെയ്യുന്ന ടൈമാണ്, അവൻ്റെ കൂടെ മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇത് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടാവും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പീരീഡൊക്കെ അത്ര അതിൻ്റെ ഒരു ഡെപ്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇത് ആപ്റ്റായിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുന്നുണ്ട്. ഇപ്പം കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം കുറേ കാലമായിട്ട് ഞാൻ അതിൽ ഗ്യാപ്പ് എടുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പ്രഗ്നൻസി, അതായത് പോസ്റ്റ്മോർട്ടം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് കാണാനിടയായത്. എൻ്റെ ഫീഡിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതിനകത്തുള്ള കമൻസുകളിലുമൊക്കെ കാണുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ജനറേഷൻ കൂടുതലായിട്ടും പോസ്റ്റ്മോർട്ടം പീരീഡിൽ പാർട്ട്ണറിനെ, അതായത് ഒരു സ്ത്രീയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് ഫിസിക്കലി മെൻ്റലി ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അതിന് ഉൾക്കൊള്ളാനും അതെന്താണെന്ന് അറിയാനും ശ്രമിക്കുന്ന ഒരു ജനറേഷനാണ്. അതിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ടൈം അറിയാം, 2025 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കേൾക്കുന്നത് മൊത്തം 2K കിഡ്സിനെ കൊണ്ടുള്ള നെഗറ്റീവ്സ് ആണെങ്കിലും കുറേ കാര്യങ്ങളിൽ ഈ ഒരു ജനറേഷൻ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ അവരുടെ എന്താ പറയണ്ട അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാവും. ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഈ ഒരു ഇപ്പം നടക്കുന്ന ഒരു കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് അത് പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ജനറേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് കുറച്ചും കൂടെ വുമൺ റിലേറ്റഡ് ആയിട്ടുള്ളത്, അത് മാത്രമല്ല എല്ലാം ഈക്വാലിറ്റി ബേസ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഫിസിക്കലി മെൻ്റലി വരുന്ന പ്രശ്നങ്ങൾ, വീട്ടിൽ നിന്നുണ്ടാകുന്ന ഈ സദാചാര ഇഷ്യൂസിനെല്ലാം എതിരായിട്ട് സംസാരിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിയുന്ന ഒരു ജനറേഷനാണെന്നുള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയ ആ ഒരു ടൈം വരെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് കണ്ടാൽ കുറച്ചും കൂടി ഈ വീഡിയോ കാണുമ്പം ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം വീട്ടിലെത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. ആദ്യം എൻ്റെ എക്സ്പീരിയൻസ് പറയാം, അതിനുശേഷം എനിക്ക് ടോപ്പിക്കിൽ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളോട് പറയാം. അപ്പം ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം, വീട്ടിലെത്തുന്ന വരെ നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എങ്ങനെയും കുഞ്ഞിനെ നോക്കാനും അതിനൊക്കെയുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ഷേ
ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്ന ടൈമും ഒരു ഈവനിങ് ടൈമായിരുന്നു. 7 മണി 6 മണി 7 മണി. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഉണ്ട് എന്നറിയില്ല. എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ടൈമാണ് ഈ ഒരു ഈവനിങ് ടൈം എന്ന് പറഞ്ഞാൽ. കുറേ സങ്കടം വരുന്നതും ഇല്ലാത്ത ടെൻഷനും കാര്യങ്ങളും വരുന്നൊരു ടൈമാണ് ഈ ഈവനിങ് ടൈം എന്നുള്ളത്. അത് എനിക്കും എൻ്റെ അമ്മക്കും അതുപോലെ തന്നെയാന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ടൈമിന് വീട്ടിൽ കയറി. അപ്പോൾ ചെറിയ ചില ആൾക്കാർ പറയുന്ന ചെറിയ കാര്യങ്ങൾ, അത് ചിലപ്പോൾ നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രായത്തിൻ്റെ ബേസിൽ അവരുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ പറയുന്ന ചെറിയ കാര്യങ്ങൾ നമ്മൾ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാനിതൊക്കെ കേട്ടിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ വീട്ടിലേക്ക് വന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് എന്താ ആ സമയത്ത് ചെയ്യേണ്ടത്, എനിക്ക് കുഞ്ഞായത് കുറച്ചും കൂടി നേരത്തെ ആയിപ്പോയോ, അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം തെറ്റായിപ്പോയോ, എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റുമോ, ഞാനിനി പഴയതുപോലെ ആവില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെയായിപ്പോയോ, ഇങ്ങനെ ഒരു 100,000 ടെൻഷനായിരുന്നു ആ വീട്ടിലത്തെ സമയം. അതുവരെ ഇല്ലാത്തൊരു ടെൻഷനും ഒരു പേടിയും ഒക്കെ ആ ഒരു ടൈമിൽ തോന്നിയിരുന്നു. ഞാൻ കുറേ കരഞ്ഞു. ഞാനൊരു ബാത്റൂമിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു എന്താന്ന് ചോദിച്ചു. കാരണം എൻ്റെ മുഖമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഞാൻ അമ്മേനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് സമയം കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പുറത്തായിരിക്കും അറിയില്ല, എൻ്റെ ഫാമിലിക്ക് ആർക്കും അറിയില്ല. കുറേ കാര്യമുണ്ട്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു തന്ന കുറേ കാര്യമുണ്ട്. കാരണം ഇപ്പം അറ്റ്ലീസ്റ്റ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എനിക്ക് ശരിക്കും ബ്ലെസ്സിങ് ആണെന്ന് പറയാം. കാരണം നമ്മളിപ്പോഴത്തെ ജനറേഷന് നന്നായിട്ട് മനസ്സിലാക്കുന്ന നമ്മളെ കാര്യങ്ങളിൽ നമ്മളോടൊപ്പം നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മയാണ്. അധികം പേർക്കും അങ്ങനെ കിട്ടാൻ വഴിയില്ല. പക്ഷെ അതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അറ്റ്ലീസ്റ്റ് നിനക്ക് പറഞ്ഞ് കരയാൻ ഞാനുണ്ട്, അല്ലെങ്കിൽ നിന്നെ മനസ്സിലാക്കാൻ ഞാനുണ്ട്, നിൻ്റെ ചുറ്റും ഒരുപാട് പേരുണ്ട്. പക്ഷെ അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അമ്മക്കൊരു 23 വയസ്സാകുമ്പോഴത്തേക്കും ഒരു 3 പിള്ളേരായിട്ടുണ്ടായിരുന്നു. 2 പിള്ളേർ 3 പിള്ളേർ, നമ്മൾ 3 ആളാണ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതിന് മുന്നേറ്റ ഏജിൽ ഞാനാവുന്നത് എനിക്കൊന്നൊരു 19-20 വയസ്സാകുമ്പോൾ തോന്നുന്നു ഞാൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിന് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിയിട്ടും അല്ലാണ്ട് നമുക്ക് കുറേ നോളജ് ഉണ്ട്, ഇങ്ങനെയൊക്കെ നടക്കുന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചുള്ള അറിവുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അമ്മേൻ്റെ ജനറേഷനൊന്നും അങ്ങനെയില്ലല്ലോ. പിന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. എല്ലാവരും ആ ഒരു പഴയ മെൻറ്റാലിറ്റിയുള്ളവരാണ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്താ പറയണ്ട, അത് അങ്ങനെയല്ല, ഇതിങ്ങനെയല്ല, അങ്ങനെ ചെയ്താൽ എങ്ങനെയാവും, അങ്ങനെയൊക്കെ പറയുന്ന ആളെ വല്ലാണ്ട് ജഡ്ജ് ചെയ്യുന്നൊരു ജനറേഷനാണല്ലോ അന്നത്തത്. അപ്പം അതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ആ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടൈമിൽ മാത്രം, അതായത് ഒരു കുഞ്ഞിനൊരു 28 ദിവസം ആവുന്നത് വരെയാണ് എനിക്ക് ഈ ഒരു വല്ലാത്ത സംഭവം അലട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നമ്മൾ റൂമിനുള്ളിൽ തന്നെ ഇരിക്കണം, നമ്മൾ ഫുഡ് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അതായത് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ ആ ഒരു പീരീഡ് സർവൈവ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, അമ്മൂനെ അറിയാം, പിന്നെ മിന്നു, എൻ്റെ ഏടത്തിമ്മ, അതുപോലെ എൻ്റെ അമ്മ, കുട്ടേട്ടൻ, എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ ജഡ്ജ് ചെയ്ത് എൻ്റെ സിറ്റുവേഷനെ മനസ്സിലാക്കി. പിന്നെ ഞാൻ കാര്യമാണെങ്കിൽ നീ കരഞ്ഞ് തീർക്കുക, അല്ലെങ്കിൽ നിനക്ക് ഇതിൻ്റെ ആ ഒരു ടോപ്പിക്ക്. പിന്നെ പൊന്നു, എൻ്റെ കസിൻ സിസ്റ്റർ, നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും, മുന്നത്തെ വീഡിയോസിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ ഇവരെല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഒരു കോളുണ്ടായി. അപ്പം ഇവരെല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീരീഡിനെ, ഈ ഒരു ഭയങ്കര സ്ട്രഗ്ലിങ് പീരീഡിനെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട്. മിന്നുവിൻ്റെ കല്യാണം കഴിഞ്ഞ ടൈമിലായിരുന്നു ഞാൻ പ്രസവിച്ച സമയം. അപ്പം ഞാൻ അവളെ വിളിച്ചോളൂ, നീ 2 ദിവസം ഇവിടെ വന്ന് നിൽക്കുക, ഒന്നും വേണ്ട. ഇവരൊക്കെ എൻ്റെ ചുറ്റും ആൾക്കാരുണ്ടാകുമ്പോൾ എനിക്ക് ആ ഒരു പീരീഡിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവർ മിന്നു ആണെങ്കിലും പൊന്നു ആണെങ്കിലും അവർക്കൊന്നും മിന്നു നന്നായിട്ട് കുഞ്ഞിനെ നോക്കും. നിങ്ങൾക്കറിയാലോ, അവൾ കുഞ്ഞിനെ നല്ലോണം ടേക്ക് കെയർ ചെയ്യും. ഇപ്പം എൻ്റെ അമ്മ നോക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലോണം അവൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ. പിന്നെ ആദ്യൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം മുതലേ അവൻ ആരുടെ നിൽക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് പിന്നെ ഞാൻ തന്നെ എടുത്ത് നടക്കണം. എന്നാലും ഇവരെൻ്റെ ചുറ്റും ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ ഞാനൊരു 28 ദിവസം കഴിയുമ്പോഴത്തേനും ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. കാരണം പിന്നെ ഞാൻ തന്നെ മനസ്സിലാക്കി. കാരണം കുഞ്ഞിനെ ഞാൻ തന്നെ ഡീൽ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ചെന്നൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ആരും ഉണ്ടാവില്ല, ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ എത്ര സഹിച്ചിട്ടാണെങ്കിലും, എത്ര സങ്കടപ്പെട്ടിട്ടാണെങ്കിലും, എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഞാൻ ആ പീരീഡിൽ സ്വന്തം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. ഒരു 28 ദിവസം കഴിയുമ്പോഴത്തേനും ഞാൻ തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാനും, അതിന് മുന്നേ തന്നെ ഞാൻ തന്നെ കുളിപ്പിക്കാൻ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. നൈറ്റ് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അമ്മ തിരിച്ച് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ജോലിക്ക് പോകുമ്പോൾ തന്നെ അതുകൊണ്ട് നൈറ്റ് നമുക്ക് ഉറക്കൊഴിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. പകൽ അമ്മക്കെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ നൈറ്റ് ഉറക്കൊഴിഞ്ഞിരിക്കും. ഇവൻ ഉറങ്ങുന്നില്ല, ഞാൻ ഉറക്കൊഴിഞ്ഞിരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ കസേരയിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ
ബെഡിൻ്റെ അതായത് ഷെൽഫിൻ്റെ നമ്മുടെ കബോർഡിൻ്റെയും ബെഡിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പാസേജ് കുഞ്ഞു സ്ഥലമുണ്ട്. അവിടെ ഒരു ചെയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കാല് വെക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് ബെഡാണ്. അപ്പം ഞാനിങ്ങനെ കസേരയിലിരുന്ന് ബെഡിലേക്ക് കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് എൻ്റെ ചെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും ഈ ഹോളില്ലാത്ത കവേർഡ് ആയിട്ടുള്ള ചെയറാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. മടിയിലിങ്ങനെ പില്ലോ വെച്ചിട്ട് ആദ്യം മടിയിലിരുത്തും. എന്നിട്ട് കാല് നീട്ടി വെച്ചിട്ട് ഞാൻ അവനെ ഫീഡ് ചെയ്തിട്ട് അവൻ മുമ്പോട്ടും വീഴില്ല, സൈഡോട്ടൊന്നും വീണ് പോകാത്ത രീതിയിൽ സെക്യൂറായിട്ട് അങ്ങനെ ഞാൻ രാത്രി തൊട്ട് രാവിലെ വരെ ഉറങ്ങാണ്ടിരുന്ന ദിവസങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് കാലൊക്കെ നീര് വെച്ച് പണി. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷെ അതെനിക്ക് ഇപ്പം അത് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. കാരണം ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മേ ബി എൻ്റെ അമ്മ എന്നെ എല്ലാ കാര്യങ്ങളും അമ്മ ഒറ്റയ്ക്ക് ചെയ്ത് എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആദ്യം നോക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എൻജോയ് ചെയ്തിട്ട് അവർ നോക്കാനുള്ള കാരണം എല്ലാം ഞാൻ തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ അവന് ഭയങ്കര കംഫർട്ടബിളായി. ഞാനെല്ലാം ചെയ്തു കൊടുക്കുന്നതിന് അവൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ആദ്യത്തെ 28 ദിവസം. അതാണ് എനിക്കൊരു ട്രോമ പോലെ തോന്നിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ പോലെ ആയിരിക്കില്ല പലരും. ആ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എനിക്ക് ചുറ്റും ഒരുപാട് നല്ല ആൾക്കാരുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു തരണം. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാൾ വന്നിട്ട് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിലും അതിനെ പോസിറ്റീവ് ആക്കാനുള്ള ആൾക്കാർ. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. എനിക്ക് വരെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ എനിക്ക് ചുറ്റും ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം നമ്മളെ വീട്ടുകാർക്ക് ഒരു പരിധിവരെ ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നവരും ഇപ്പം കുറച്ച് ഏജ്ഡ് ആയിട്ടില്ല. ഇപ്പം അമ്മമ്മ അങ്ങനത്തെ ആൾക്കാരിലുണ്ട്. എൻ്റെ അമ്മമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എൻ്റെ അമ്മേൻ്റെ ഒക്കെ ടൈപ്പാണ്. കുറച്ചും കൂടെ പണ്ടത്തെ ചിന്താഗതികൾ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഫോർവേഡായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയല്ല, മെയിനായിട്ടുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ബേഴ്സാണ്. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ വീട്ടുകാർക്കില്ലാത്ത, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനില്ലാത്ത എന്തോ ഒരു വ്യാകുലതയും എന്തൊക്കെയോ ഒരു ചിന്തയായിരിക്കും ചുറ്റുമുള്ളവർക്ക്. ആദ്യത്തെ ദിവസമൊക്കെ കുഞ്ഞ് പാൽ കുടിക്കുന്നുണ്ടോ, കുഞ്ഞിന് പാലുണ്ടോ, അതോ ഇതോ പ്രശ്നങ്ങളായിരിക്കും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് കുമ്പിട്ടോ, കുഞ്ഞ് റോൾ ചെയ്യാൻ തുടങ്ങിയോ, അങ്ങനത്തെ ഉള്ള വ്യാകുലതകളൊക്കെ. എനിക്ക് കുഞ്ഞ് റോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞ് മുട്ടുകുത്തിയോ ഇത് തന്നെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് നടന്നു തുടങ്ങിയോ, അയ്യോ എന്താ നടക്കാത്ത, ഒരു വയസ്സായി എന്താ നടക്കാത്ത, ഇങ്ങനത്തെ കുറേ വ്യാകുലതകളായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിച്ച് വന്നതിൻ്റെ പ്രശ്നങ്ങളാണ്, അവരെ ജനറേഷൻ്റെ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. പലരും കടന്നു പോകുന്നത് ഈ ഹോർമോണൽ ചേഞ്ചസും അതുപോലെ തന്നെ ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് ഈ കുറച്ച് ഹോർമോണിലെ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ടൈമിന്, അതായത് നമുക്ക് അത്രയും വലിയ ഒരു 10 മാസം എടുത്ത് നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ആണ് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ബാക്ക് ടു നോർമൽ ആകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളല്ലാതെ പലർക്കും ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ചുറ്റുമുള്ളവർ ഈ കൊടുക്കുന്ന പ്രഷറും കൂടെ ആകുമ്പം നമ്മൾ കൺട്രോൾ വിട്ടുപോകും. അങ്ങനെയാണ് നമ്മൾ പല വാർത്തകളിലും കാണുന്നുണ്ട്. അമ്മ കുഞ്ഞിന് കൊല്ലുന്ന ഒരു അവസ്ഥ വരെ, അതായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണം. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ ഒരു പരിധി വരെ കാരണക്കാരും നമുക്ക് ചുറ്റുമുള്ളവരാണ്. നമ്മളെ വീട്ടിലുള്ളവരായിക്കോട്ടെ, നമ്മളെ നെയ്ബേഴ്സ് ആയിക്കോട്ടെ, അല്ല നമ്മളെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിരിക്കുമല്ലോ, ബാക്കിയുള്ളവർ അങ്ങനെയൊക്കെയാണ്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള ഒരു ലേഡി പ്രസവിച്ചിട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മൾ പോയിട്ട് അതങ്ങനെയില്ല ഇതിങ്ങനെയില്ല എന്ന് പറയുന്നതിനെ കാരണം അവരടുത്ത് പോയത് നീ ഹാപ്പി ആണോ, അവർക്ക് ഹാപ്പി ആകുന്ന രീതിയിൽ നീ ഓക്കെ ആണോ, കംഫർട്ടബിൾ ആണോ, എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വർത്താനം പറഞ്ഞിരിക്കുക, അങ്ങനെ അവരെ ഹാപ്പി ആക്കുക. അല്ലാതെ വന്നിട്ട് ഇങ്ങനെ കിടക്കരുത്, അങ്ങനെ കിടക്കരുത്, കൊച്ചിനെ ഇങ്ങനെ പിടിക്കരുത്, അങ്ങനെ പിടിക്കരുത്, അങ്ങനെ അത് പറഞ്ഞു കൊടുക്കുന്നതിനൊരു രീതിയുണ്ട്. ഇപ്പം നമ്മൾ വന്നിട്ട് കൊച്ചിനെ പിടിക്കുന്ന രീതി മാറ്റുകയാണെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ നമ്മളോട് നല്ല രീതിയിൽ വർത്തമാനം, നീ ഇങ്ങനെ പിടിച്ചു നോക്കും, ഓക്കെ ആയിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും, നീ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിനക്ക് എളുപ്പമായിരിക്കും. അങ്ങനെ അവരെ നന്നായിട്ട് പാമ്പർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ കേൾക്കുന്നവർക്കും ഒരു നല്ല സുഖമായിരിക്കും, ചുറ്റുമുള്ളവർക്കും നല്ല ഇതായിരിക്കും, നമ്മുടെ മനസ്സിനത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, സിസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ജസ്റ്റ് അവരുടെ അടുത്ത് പോയി ഒരു 10 മിനിറ്റ് സംസാരിക്കുക. അതും അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ടോപ്പിക്കല്ല, നല്ല രീതിയിൽ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചതിന് അത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ കൊച്ചിന് വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും കൊണ്ടു കൊടുത്തിട്ട് കാര്യമില്ല. അതായിരിക്കും വലിയൊരു കാര്യം. പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 10 മാസം
10 മാസം മീൻസ് 9 മാസം കൊച്ചു ജനിക്കുന്നതിന് മുന്നേ നമ്മളെ പാമ്പർ ചെയ്യാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനും നമ്മളെങ്ങനെ കൈവെള്ളയിലിട്ടാൽ കൊണ്ടു നടക്കും. പക്ഷേ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ കൈവെള്ള നേരെ നമ്മളെവിടെ വെച്ചിട്ട് കൊച്ചിനെ നേരെ എടുക്കുന്ന രീതിയിലാവും. അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല. നമ്മൾ കൊച്ചിന് കൊടുക്കുന്ന അതേ അറ്റൻഷനും അതേ കെയറും അതേ സ്നേഹവും നമ്മൾ അമ്മമാർക്കും കൊടുക്കണം. കാരണം അവർ കടന്നു വന്ന ആ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ വലിയൊരു കാര്യം അവർ ചെയ്തതെന്നുള്ള അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ രണ്ടുപേരെയും കുഞ്ഞിനെയും അമ്മേനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. അല്ലാണ്ട് എപ്പോഴും ഇപ്പം വീട്ടിലാരെങ്കിലും വന്നതിന് നേരെ കുഞ്ഞിനെ അയ്യോ കുഞ്ഞങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നേരെ അമ്മേൻ്റെ അടുത്ത് പോയി ഒന്ന് അവർ ഹഗ് ചെയ്യോ അല്ലെങ്കിൽ അവർക്ക് എന്തുണ്ട് സുഖമാണ് ജസ്റ്റ് അവർ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഉണ്ടാകുന്നൊരു ഫീലിംഗ് അത് എനിക്ക് അനുഭവിച്ചതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അത് ഭയങ്കര വലുതായിരിക്കും. പിന്നെ ഒരു കാര്യത്തിലും അവർ ഓവറായിട്ട് സ്ട്രെസ്ഫുള്ളി അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുക. എൻ്റെ അനുഭവത്തിൽ തന്നെ ചെറിയ രീതിയിൽ നെയ്ബേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും പലർക്കും നെയ്ബർ ഭയങ്കര ശാപമായിട്ട് തോന്നിയ സമയമായിരിക്കും ഇങ്ങനത്തെ സമയങ്ങൾ. അപ്പം ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്നത് ഒരുപാട് അമ്മമാരുണ്ടാവും, ഒരുപാട് ചേച്ചിമാരുണ്ടാവും, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. നമുക്കറിയാം നിങ്ങളെ ജീവിച്ച് വന്ന സാഹചര്യം അങ്ങനെയായിരിക്കും. പക്ഷേ ഏതൊരാൾക്കാർക്കും ഇപ്പോഴത്തെ ജനറേഷനിലായിക്കോട്ടെ ഏത് ജനറേഷനിലായിക്കോട്ടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല ഈ പണ്ടത്തെ ജനറേഷനിലുള്ള അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടായിരിക്കും ഡെലിവറിക്കൊക്കെ എത്തുന്നത്. കാരണം പണ്ട് ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാനുണ്ടാവില്ല, വീട്ടിലെ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, പട്ടിണി, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നേരത്തെ മാരേജ് കഴിഞ്ഞ് വീട്ടിൽ അമ്മായിയമ്മ പോര്, അങ്ങനത്തെ പോര്, ഇതൊക്കെ സഹിച്ച് ഇപ്പോഴത്തെ പോലെ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയാൽ വീട്ടുകാരെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കുമല്ലോ പണ്ടത്തത്. അപ്പോൾ അവരതൊക്കെ സഹിച്ച് ഇതിനും വലിയ എത്രയോ കാര്യങ്ങൾ സഹിച്ചിട്ടാണ് ഈ പ്രസവിക്കുന്നത്. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതൊരു പ്രശ്നമായിരിക്കില്ല ചിലപ്പം. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ജനറേഷന് എന്താണ് ബുദ്ധിമുട്ട് എന്ന് പോലും അറിയാത്തൊരു ജനറേഷനായിട്ട്. കാരണം അവർക്ക് ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നമില്ല, പുസ്തകത്തിനാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ താമസം, അതുപോലെ തന്നെ അവരെല്ലാ ലക്ഷറി ലൈഫിലൂടെയാണ് ഒരു എന്താ പറയുക ഒരു 80% ആൾക്കാരും കടന്നു പോകുന്നുണ്ടാവുക. അവർക്ക് ഒരിക്കലും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. വീട്ടിൽ അറിയാതെ വളർന്നവരായിരിക്കും. അങ്ങനത്തെ അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ പണ്ടത്തെ ആൾക്കാരെ മൈൻഡിൽ പോയിട്ട് അങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന പോലെ പറയാതിരിക്കാൻ ശ്രമിക്കുക. അത് മാത്രമാണ് എനിക്കൊരു റിക്വസ്റ്റ് പോലെ പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരോട് അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ പറയാനുള്ളത്, ഇനിയിപ്പം ക്യാരിങ് ആയിട്ടുള്ള ആൾക്കാരോടും പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കാണാറില്ല, ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയിട്ട് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രം പോയിട്ട് ഇപ്പം പല വിദേശ രാജ്യങ്ങളിലൊക്കെ നിന്നിട്ട് അവർ ഒറ്റയ്ക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് അവരൊറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയണോ, ഫസ്റ്റത്തെ ഡെലിവറി ആയിരിക്കും അവർ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക, ഭർത്താവുമാർ ഒന്നും അറിയാത്തവരായിരിക്കും. അപ്പം അങ്ങനത്തെ ഉള്ളവർ ഹാൻഡിൽ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും ഒറ്റയ്ക്ക്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ ഫോണിൽ നോക്കി യൂട്യൂബിൽ നോക്കി അയ്യോ അതങ്ങനെയല്ല ഇതിങ്ങനെയെന്ന് വെച്ച് വേണ്ടാത്ത നെഗറ്റീവ് ചിന്താഗതികളും വേണ്ട. എനിക്കൊരു പരിധിവരെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വേസ്റ്റാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരമ്മയും എന്താ പറയുക ഇങ്ങനെയാണ് പെർഫെക്റ്റ് അമ്മ അല്ലെങ്കിൽ ഇങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ കുഞ്ഞിനെ എന്താണോ ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതങ്ങനെ ചെയ്തു പോവുക. അല്ലാതെ അയ്യോ അവരങ്ങനെയല്ലേ ചെയ്യുന്നത്, എൻ്റെ കുഞ്ഞിന് ഇങ്ങനത്തെ ഡ്രസ്സ് വേണ്ടല്ലോ, എൻ്റെ കുഞ്ഞിന് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മോശമല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെയല്ലേ എന്നുള്ള പറ്റുന്ന ഒരുപാട് ചിന്താഗതികൾ ഉണ്ടാവും. അത് ഒരു പരിധി വരെ നമുക്ക് കൂടുതൽ ടെൻഷന് കാരണമാക്കും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കുഞ്ഞിനെ നോക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ നല്ല രീതിയിൽ പാമ്പർ ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്ത് പോയാൽ മതി. ഒരിക്കലും മറ്റുള്ളവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റൂല. ഇപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് എൻ്റെ ഒരു പാരൻറ്റിങ്ങിൽ. കാരണം ഞാൻ അതിന് ഭയങ്കരമായിട്ട് എല്ലാം ലക്ഷറി കൊടുക്കണം, എല്ലാ കാര്യങ്ങളും സെറ്റാക്കണമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അവന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ നോക്കുക. പണ്ട് എനിക്കുള്ളൊരു പ്രശ്നം കുഞ്ഞിന് അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് അങ്ങനെ കൊടുക്കുക. അപ്പം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഓക്കെ കൂളായിട്ട് ഇപ്പം നമ്മൾ മെച്യൂർഡ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ എഫക്റ്റ് ചെയ്യുള്ളൂ. അതിപ്പം ഇനിയിപ്പോൾ എനിക്ക് രണ്ടാമത്തെ ഡെലിവറി ആയിക്കഴിഞ്ഞ് രണ്ടാമത്തെ ക്യാരിങ് ആയിക്കഴിഞ്ഞാലും ചിലപ്പം ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൂടെ തന്നെ കടന്നു പോയിന്ന് വരാം. പക്ഷെ ഒരു പരിധി വരെ നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ
നമ്മളെ പ്രൈവസി കയറിയിട്ട് ഇടപെടുന്നത് ഇടപെടും. കാരണം അവരെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ പ്രിപ്പയർഡ് ആവുക. ഇങ്ങനെയൊക്കെ വരും, ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം എന്നുള്ള കാര്യം മുന്നേ ഒന്ന് കൺട്രോൾ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ചുറ്റുമുള്ളവർ മാക്സിമം അവരെ ഫ്രീ ആയിട്ട് വിടുക. അവരെ കാര്യങ്ങളിൽ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ കടന്നു കയറി ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ കുഞ്ഞ് വളരുന്ന കാര്യം, കുഞ്ഞുങ്ങൾക്ക് എല്ലാ കാര്യവും ജനറ്റിക്കലി ഉണ്ടാകുന്ന പല കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ മൂക്ക് നീണ്ടിട്ടാണ്, ചെവി വളഞ്ഞിട്ടാണ്, ഇതൊക്കെ കുളിക്കുമ്പോഴാണ് ശരിയാക്കി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കാല് പരന്നിട്ടാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇത് ശീലിച്ച് വന്നതിൻ്റെ പ്രശ്നമാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഏത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാലും മനസ്സിലാവും അതൊക്കെ കുഞ്ഞിന് ജനറ്റിക്കലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അത് കുഞ്ഞിന് ഇപ്പം നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ട് അത് ശരിയാവുന്നുള്ള കാര്യം അട്ടർ ഫെയിലിയർ ആയിട്ടുള്ള അട്ടർ ബ്ലണ്ടറാണെന്ന് തന്നെ പറയാം. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതൊന്നും ആലോചിച്ച് നീ അങ്ങനെ ചെയ്തു കൊടുക്കായിട്ടാണ് കുഞ്ഞിൻ്റെ മൂക്ക് വളഞ്ഞു പോയത്, കുഞ്ഞിൻ്റെ ചെവി ചെറുതായി പോയതെന്നൊക്കെ പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് പറഞ്ഞോട്ടെ. കാരണം അവരൊക്കെ ഓക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് പോയി, അവരെ ഫ്രസ്ട്രേഷൻ തീർത്തിട്ട് അവരങ്ങ് പോയി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവരവിടെ നിന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്യേണ്ട രീതി ചെയ്യുക. അല്ലാണ്ട് അവരോട് ആർഗ്യൂ ചെയ്ത് അവരോട് അടി കഴിഞ്ഞ് നമ്മളെ ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്കും മെൻ്റലി ഭയങ്കര സ്ട്രെസ്സായിരിക്കും. പിന്നെ അവർക്ക് അത് കൂടുതൽ പറയാനുള്ള ഒരു എന്താ പറയുക ഒരു ലൈസൻസ് പോലെ ആയിരിക്കും നമ്മൾ ചെയ്തെടുക്കുന്നത്. എല്ലാവരും പറഞ്ഞാൽ ഓക്കെ എല്ലാവരും പറയും ഓക്കെ ശരി, അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവർക്കും ഒരു സമാധാനം, നമുക്കൊരു സമാധാനം, അങ്ങനെയുള്ള രീതിയായിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞെന്തുകൊണ്ടാണ് കമിഴാത്ത, കുഞ്ഞെന്തുകൊണ്ടാണ് മുട്ടിലഴിയാത്ത, കുഞ്ഞെന്തുകൊണ്ടാണ് നടക്കാത്ത വേഗം. ചിലപ്പോൾ ഇപ്പം ആദുവിൻ്റെ കൂടെ ആദുവിനെക്കാളും 2 ദിവസത്തിന് ശേഷം പ്രസവിച്ച ഒരു കൊച്ചിന് 6 മാസം എത്തുമ്പോഴത്തേക്ക് പല്ല് വന്നു. 7 മാസം 8 മാസം എത്തുമ്പോഴത്തേന് അവന് 6 പല്ല് വന്നു. ആദുവിന് ആദ്യത്തെ പല്ല് വരുന്നത് 9-ാം മാസത്തിലോ 10-ാം മാസത്തിലോ ആണ്. അവന് 10 മാസം ഒന്നല്ല, അവൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവന് പല്ല് വരുന്നത്. അപ്പം അതിന് പലരും പറയും എന്തോ പല്ല് വരാത്ത. അപ്പം അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓരോ കുട്ടികളുടെ നേച്ചറും ഓരോ കുട്ടികളെ എന്താ പറയുക ജനറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മാറ്റാണ്. അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇതാക്കും. ഇതൊക്കെ ഇപ്പം നമുക്കൊരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സിസേറിയനൊക്കെ ആണെങ്കിൽ 1 ഇയർ വരെ അതിൻ്റെ എഫക്ട്സും അതിൻ്റെ ബാക്ക് പെയിനും കാര്യങ്ങളും ജീവിതാവസാനം വരെ ഉണ്ടാവും. അത് വേറെ കാര്യം. പിന്നെ അതല്ലാതെ ഭയങ്കര ഫിസിക്കൽ ബുദ്ധിമുട്ട്, മെൻ്റൽ ബുദ്ധിമുട്ട്, എല്ലാ കാര്യങ്ങളും 1 ഇയറിന് ശേഷം ഉണ്ടാവും എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് പലവർക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനത്തെ വേണ്ടാത്ത നെഗറ്റീവ് ചിന്താഗതികൾ കുത്തിനിറയ്ക്കുന്നവരെ മൈൻഡാക്കാണ്ടിരിക്കൽ തന്നെയാണ് ഏറ്റവും വലിയ കാര്യമുള്ളത്. അപ്പോൾ പിന്നെയുള്ളത് അമ്മമാരോടാണ് പറയേണ്ടത്. നമ്മളെ മക്കളാണ്, എന്താ പറയുക, നമ്മളല്ലാതെ അവർക്ക് വേറൊരു ഷോൾഡർ ഇല്ല എന്ന് പറയാം. എന്തെങ്കിലും പറഞ്ഞ് സങ്കടം പറയാനും എന്തെങ്കിലും ഇതാക്കാനും. അപ്പോൾ എൻ്റെ അമ്മേനെയൊക്കെ കണ്ടുപഠിക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു സങ്കടം പോയി പറയുമ്പോൾ എന്നെ ജഡ്ജ് ചെയ്യാണ്ട് എന്നെ എന്താ പറയുക കംഫർട്ടാക്കി വെച്ച്, ചിലപ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര തെറ്റായിരിക്കും, ഞാൻ ചിന്തിക്കുന്ന കാര്യം ഭയങ്കര തെറ്റായിരിക്കും. പക്ഷെ ഒരിക്കലാണ് നീ തെറ്റാണ്, നീ പറയുന്നത് മോശമാണെന്നെല്ലാം അമ്മ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ എന്നെ കഥ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ ഓക്കെ ആയതിന് ശേഷം പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇതിങ്ങനെയാണ്, പലരും അങ്ങനെയാണ്. അതിൽ എൻ്റെ അമ്മക്ക് ഞാൻ 100 മാർക്ക് കൊടുക്കും. എൻ്റെ അമ്മ എല്ലാ കാര്യത്തിലും ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുമൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും അവരുടേതായ പോസിറ്റീവ് നെഗറ്റീവ്സ് എല്ലാം ഉണ്ട്. ഇപ്പം എനിക്കും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും, ചെറിയ പോസിറ്റീവ്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അല്ലാണ്ട് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നൊന്നും വിചാരിക്കുന്ന ആളല്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഭാഗത്തും കൂടുതൽ ചിന്തിക്കുക. ഇപ്പോൾ ഒരു അമ്മമാരാണെങ്കിൽ നമ്മളെ മക്കളെ നോക്കാൻ, നമ്മളെ മക്കൾക്ക് നമ്മളെക്കാളും വലിയൊരു കംഫർട്ട് സോൺ വേറെ ഉണ്ടാവില്ല. അപ്പം അതുപോലെ ചെയ്യലാണ്ട് വന്ന് പറയുമ്പോൾ നീ അങ്ങനെ ചെയ്തിട്ടില്ലേ, നീ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, അങ്ങനെ പറഞ്ഞ് അവരെ ഇതാക്കലാണ് എന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്നും പറയുന്നില്ല. പക്ഷേ അവർ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിലൊക്കെ അവരെ ഡീൽ ചെയ്യേണ്ട രീതികൾ ഒരുപാടുണ്ട്. അപ്പം ഈ ടോപ്പിക്കിൽ ഞാൻ വല്ലാണ്ടങ്ങ് സംസാരിച്ച് പോകും. കാരണം എനിക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേഷനാവും. കാരണം പ്രസവിച്ച് കിടക്കുന്ന അവരുടെ അവസ്ഥയും അവർ വിളിച്ചു പറയുന്നതും, ഇപ്പം അമ്മായിയമ്മമാരായിക്കോട്ടെ, ഇനി അമ്മായിയമ്മമാരെക്കാളും കൂടുതൽ സ്വന്തം അമ്മമാരുടെ നിന്ന് കിട്ടുന്ന ഒരു പ്രഷറും, നീ അങ്ങനെയാണ് ചെയ്യേണ്ടത്, നീ ഇന്ന ഭക്ഷണം കഴിക്കേണ്ടത്, കൊച്ചിനെ ഇങ്ങനെയാണ് നോക്കേണ്ടത്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിരിക്കുക. കാരണം നമ്മൾ ഹാപ്പി ആയിരുന്നാലും മാത്രമേ നമ്മളെ കുഞ്ഞിനെ അത് എഫക്റ്റ് ചെയ്യുള്ളൂ. കുഞ്ഞ് ഹാപ്പി ആയിരിക്കണമെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം. പിന്നെ പാർട്ട്നേഴ്സിനോട് പറയാനുള്ള കാര്യം, നിങ്ങളാണ് അവരെ മനസ്സിലാക്കേണ്ട ഏറ്റവും ഒരു പില്ലറായിട്ട് പ്രവർത്തിക്കേണ്ട ആൾക്കാർ. ഇപ്പം കുട്ടാടിനൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുട്ടാടിൻ്റെ നേച്ചർ വെച്ചിട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. അത് വെച്ചിട്ട് എൻ്റെ എന്താ പറയുക, എൻ്റെ ഈ പോസ്റ്റ്മോർട്ടം പീരീഡിൽ
ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എന്നെ മനസ്സിലാക്കിയിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു കാര്യം വിളിച്ച് പറയുമായിക്കോട്ടെ അത് അതിൻ്റെ രീതിയിൽ ഡീൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമായിക്കോട്ടെ, ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള വേറൊരു കാര്യം അതാണ്. ഇപ്പോൾ എല്ലാ ഹസ്ബൻഡും, എനിക്കറിയാം എൻ്റെ ഒരു ചേച്ചീൻ്റെയൊക്കെ ഹസ്ബൻഡ് ഉണ്ടാവും, ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യൂല, പുള്ളിക്കാരെ സ്വന്തം കാര്യം പോലും ഒറ്റയ്ക്ക് ചെയ്യൂല, എല്ലാത്തിനും വൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം അവരവൻ്റെ കാര്യങ്ങൾ ചെയ്യാനും, ഇപ്പോൾ കുഞ്ഞിനെ ആയിക്കോട്ടെ, ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ കുട്ടികളെ നല്ല രീതിയിൽ, അതിപ്പം വേറൊരാളിപ്പോൾ എൻ്റെ അമ്മയോ അച്ഛനോ ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ കുട്ടികളത് ഡീൽ ചെയ്യാനും ഹാൻഡിൽ ചെയ്യുന്നതിന് കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഈ ടോപ്പിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇമോഷണലാണ്. കാരണം ഞാൻ ഇതുവരെ കുട്ടികളുടെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ ജഡ്ജ് ചെയ്യും, നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എത്രത്തോളം നമ്മൾ ബ്ലെസ്ഡ് ആണ്. കാരണം മറ്റുള്ള പല ആൾക്കാരും സ്വന്തം വൈഫിൻ്റെ ജോലിക്ക് പുറമെ, കുഞ്ഞിനെ നോക്കുന്നതിന് പുറമെ എല്ലാത്തിനും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ആൾക്കാരെ ഇടയ്ക്ക് നോക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം മാക്സിമം. നമുക്ക് എല്ലാ കാര്യങ്ങളും പാർട്ട്നേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടണമെന്നോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനോ ഇഷ്ടമൊന്നും ആയിരിക്കില്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ മാക്സിമം അവർ ഈ പാരൻറ്ഹുഡ് നമ്മൾ രണ്ടുപേരും ഈക്വലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇപ്പം വൈഫ് ജോലി ചെയ്യുകയാണെങ്കിൽ കുട്ടീനെ ഹസ്ബൻഡ് ടേക്ക് കെയർ ചെയ്യുക. ഇപ്പോൾ വൈഫ് കുട്ടീനെ ടേക്ക് കെയർ ചെയ്യേണ്ട, ഇപ്പോൾ പാൽ കൊടുക്കേണ്ട ടൈമിലൊക്കെ മറ്റുള്ള ജോലികൾ ഹസ്ബൻഡ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും കുട്ടികളുടെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ്. ഇപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ, ക്ലീനിങ് ആയിക്കോട്ടെ, നമ്മളെല്ലാ കാര്യങ്ങളും രണ്ട് പേരും കൂടെ ഈക്വലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നതും അങ്ങനെ ഒരാൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ആവാൻ ശ്രമിക്കണമെന്നേ പറയാനുള്ളൂ. അപ്പോൾ വെറുതെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. നിങ്ങളെല്ലാവരും ഇപ്പം മിന്നുവിനെ പോലെയും അമ്മൂനെ പോലെയും എൻ്റെ അടുത്തമ്മനെ പോലെയും പിന്നെ പൊന്നുവിനെ പോലെ അമ്മേനെ പോലെയുള്ള ആൾക്കാർ ആവാനേ ഞാൻ പറയുള്ളൂ. കാരണം പിന്നെ കുട്ടാരനെ പോലെയുള്ള ഒരു ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും അങ്ങനത്തെ ആൾക്കാർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരാൾക്കാർക്കും അവരുടെ ഈ ഒരു പ്രഗ്നൻസി പീരീഡ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പോസ്റ്റ്മോർട്ടത്തിൽ അവർക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അത് അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിലോ ശരിയുണ്ടെങ്കിലോ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ പോസ്റ്റ്മോർട്ടം പീരീഡിലെ ആ ഒരു എക്സ്പീരിയൻസ് ജേർണിയും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.